പലരും പറയും ഇത് ഇട്ടതിന് ശേഷം നമുക്കൊരു കളർ ചേഞ്ച് വരുമെന്ന്. അത് വരും കേട്ടോ, നന്നായിട്ട് കളർ ചേഞ്ച് വരും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അങ്ങനെ അങ്ങ് പോകുമെന്ന് എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ എനിക്ക് അയ്യോ നല്ല കളർ കിട്ടിയെന്ന് വെച്ചിട്ട് ഇത് നിർത്താൻ പാടില്ല. നിങ്ങൾ ഒരു വീക്കിൽ ഒരു 2 or 3 ഒക്കെ ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ചെയ്യൂ. നിങ്ങൾ ഉറപ്പായിട്ട് ഒരു മന്ത് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി പാക്കാണ്. ഹലോ ഗായ്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അഭിരാമി എന്നാണ് കേട്ടോ. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിലെ ടാനിങ് ഒക്കെ മാറ്റിയിട്ട് അടിപൊളിയായിട്ട് ബ്രൈറ്റനിങ് ആക്കാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ. ഞാനൊരു 16-17 വയസ്സ് തൊട്ടൊക്കെ ചെയ്തു തുടങ്ങിയതാണ്. എൻ്റെ ഒരു +2 ഒക്കെ കഴിയുന്നതോടു കൂടിയാണ് ഞാൻ ഫേസ് പാക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആ സമയം തൊട്ട് ഈ സമയം വരെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കിന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും നീ എന്നിട്ടും കറുത്ത് തന്നെയല്ലേ ഇരിക്കുന്നതെന്ന്. അപ്പോൾ യെസ്, ഞാനിപ്പോഴും ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ വെയിലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് ടാൻ വരുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ്. പക്ഷേ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ടാൻ അതുപോലെ റിമൂവായി പോകുന്നൊരു സ്കിന്നുമാണ് കേട്ടോ. അപ്പോൾ പഴയ കാലത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ കിട്ടുവാണെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് എൻ്റെ പഴയ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം. ഒരു +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മുഖക്കുരു ഉണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് ടാൻ ഉണ്ടായിരുന്നു. ഇത്രയും ക്ലിയർ ഒന്നും ആയിരുന്നില്ല എൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. എന്നെ മുമ്പ് തൊട്ടേ അറിയാവുന്നവർക്കറിയാം, ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എൻ്റെ സ്കിന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്താണ് എൻ്റെ സ്കിന്ന് ഇത്രയും ഇമ്പ്രൂവായി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ബളബളാന്ന് സംസാരിച്ച സമയം കളയുന്നില്ല. ആ ഒരു മാജിക്കൽ പാക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാം. ഈ പാക്ക് തയ്യാറാക്കാൻ ആദ്യമായിട്ട് കോൺഫ്ലവറാണ് ആവശ്യം കേട്ടോ. കോൺഫ്ലവറും പാലും കാപ്പിപ്പൊടിയാണ്. പാല് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ തൈര് എടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് കുറുക്ക് പരുവത്തിലാക്കി എടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിതൊരു 8 വർഷം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടതുമാണ്. മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ടാനുള്ള സമയത്ത് ഭയങ്കര അധികം വിഷമമായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്, ഇത് പെട്ടെന്ന് കട്ടി പിടിച്ചു പോവും. ഫ്ലെയിം ഭയങ്കര ലോയിലാക്കി ഇട്ടിട്ട് പതിയെ കുറുക്കി എടുക്കുക. ഭയങ്കര തിക്കായി പോകരുത്. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അടി പിടിക്കാത്ത രീതിയിൽ കുറുക്കിയെടുക്കുക, ലൂസാക്കി. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പരുവമേ ആവുള്ളൂ. ഒത്തിരി ലൂസും ആയി പോരുത്, ഒത്തിരി തിക്കും ആയി പോരുത് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കൂടുതലും 2 സൈഡിലും അപ്ലൈ ചെയ്യും കേട്ടോ. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മിക്ക ദിവസങ്ങളും ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്ത് എനിക്ക് ഈ ഒരു സൈഡ് മാത്രം കുറച്ചൊന്ന് നിറം വെച്ച് ഈ സൈഡ് കുറച്ചൊന്ന് ഡള്ളായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എപ്പോഴും 2 സൈഡിലും അപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് സമയക്കുറവുണ്ട്, ചിലപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഇപ്പുറത്ത് അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ ഒരു കുറച്ച് ദിവസം അങ്ങനെ എടുത്തപ്പോൾ നാച്ചുറലായിട്ട് എനിക്ക് ഈ ഒരു സൈഡിൽ കുറച്ചുകൂടെ കളറുണ്ട്, ഈ ഒരു സൈഡിൽ ഒന്ന് ഫെയ്ഡായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മുടെ ഫേസ് ആയതുകൊണ്ടാണ്. കൈയൊക്കെ ആണെങ്കിലും അത്രയും പ്രശ്നമില്ല കേട്ടോ. അപ്പം നമുക്കിത് കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കയ്യിലേ അപ്ലൈ ചെയ്യുന്നുള്ളേ. ഫേസിൽ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കയ്യിൽ പക്ഷേ ഒരു കയ്യിൽ മാത്രമേ ഞാൻ തേക്കുന്നുള്ളൂ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ്. ഒരു 8 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയൊരു പാക്കാണ്. നമുക്കിനി ഒരു
കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കഴുത്തിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലും കണ്ണിലും ഒന്നും ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഫേസ് മാത്രം കുറച്ച് നിറം വന്നിട്ട് കഴുത്തും കണ്ണും ഒക്കെ അങ്ങ് ഇരുണ്ട് വേറാണ് പതിവ്. ഓക്കെ, അപ്പം നമ്മൾ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ടിഷ്യൂ വെച്ച് ഒന്ന് മാറ്റാവേ. എൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഫേസൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴുത്തും കൂടെ നോക്കാം. കഴുത്തിലും അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനിയൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഒത്തിരി പേര് എന്നോട് പറയുന്നതാണ് കേട്ടോ, ഈ കളറ് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് മാഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നിൽക്കുന്നുള്ളൂ എന്ന്. അത് നിങ്ങൾ പിന്നെ തുടർച്ചയായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഒറ്റ തവണ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ഇടാറേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീക്കിലി ഒരു 3-4 തവണ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നന്നായിട്ട് ടാനുള്ളവരാണെങ്കിൽ ഒരു 4 പ്രാവശ്യമൊക്കെ നിങ്ങൾ 4 ദിവസമൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇടവിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചേഞ്ച് വരും. ഒരു മാസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് വരും. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അടിയിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സംസാരിക്കേണ്ട, ഫുള്ളൊന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് അതേപോലെ നിങ്ങളുടെ മുന്നിൽ വന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ടാനൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ആ ചെയ്ത നാളുതൊട്ട് ഈ നാളുതൊട്ട് എൻ്റെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ് കേട്ടോ. അത്രയ്ക്ക് നമുക്ക് നന്നായിട്ട് കളർ ചേഞ്ച് തരാൻ പറ്റിയൊരു പാക്കാണ്. അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പാക്കാണ്. അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഭയങ്കര ഫേവറേറ്റാണ്. ഒരു 8 വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറയാനുള്ളത്, നിങ്ങൾക്ക് അയ്യോ നന്നായിട്ട് എനിക്ക് സ്കിന്ന് കളർ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് നിർത്തരുത്. നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 തവണയെങ്കിലും ടാനുള്ളവർ മാക്സിമം 4 തവണയെങ്കിലും ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക കേട്ടോ. വേറെ മാറി യൂസ് ചെയ്യാൻ നിൽക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പേഴ്സണലായിട്ട് നന്നായിട്ട് ടാനൊക്കെ മാറുന്നതെന്ന് തോന്നിയത് അതൊരു മാസം വരെ നിങ്ങൾ കറക്റ്റ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ 1 മന്ത് ചെയ്ത് നോക്കൂ. ഒറ്റ തവണ ചെയ്തിട്ട് ചേച്ചി എനിക്ക് ആ സമയത്ത് കളറുണ്ടായിരുന്നു, പിന്നെ ആ കളർ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോയി എന്ന് പറഞ്ഞ് ആരും മെസ്സേജ് അയക്കരുത്. കാര്യം നമ്മൾ ആ ടാൻ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്കിന്നിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്കും കമൻറ്റും ചെയ്യുക. കൂടെ ഷെയറും കൂടെ ചെയ്തേക്കണം. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.